വെൽക്കം ടു ബ്ലൈൻഡ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൻസൈം ആക്ഷന്റെ മെക്കാനിസം ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് എന്താണ് എൻസൈം, അതിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന മെക്കാനിസം എന്താണെന്ന് നോക്കാം. അതിനുശേഷം എൻസൈം കൈനറ്റിക്സ് വിത്ത് മൈക്കിലീസ് മെന്റൽ തിയറി അടുത്ത ക്ലാസ്സിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. HSST ബോട്ടണി, സെറ്റ് ആൻഡ് MSc BSc ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വരുന്ന ഫെബ്രുവരിയിലെങ്കിലും ഒരു 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് എൻസൈം ആക്ഷൻ? എൻസൈം ആക്ഷൻ എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ കൊടുത്താൽ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഓക്കെ, എൻസൈംസ് സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എൻസൈം മെക്കാനിസം എന്ന് പറയുന്നത്. ആ ഒരു എൻസൈം മെക്കാനിസത്തിന്റെ ഇക്വേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം E എന്ന് ഉദ്ദേശിക്കുന്നത് എൻസൈം ആണ്, S സബ്സ്ട്രേറ്റ്. ദെൻ എൻസൈം എന്ത് ചെയ്യും? സബ്സ്ട്രേറ്റുമായിട്ട് കൂടിച്ചേരുന്നു, എന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. അത് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു, പിന്നീട് പ്രൊഡക്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ ഇതാണ് ഒരു എൻസൈം. ഓക്കെ, അതിന്റെ രണ്ട് ആക്ഷൻ, രണ്ട് തിയറിയും കൂടി ഞാൻ ഈ ഒരു പ്രോസസ്സ് പറഞ്ഞതിന് ശേഷം പറയാം. ആദ്യം ജനറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് പറഞ്ഞാൽ നമ്മൾ എൻസൈംസിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? രണ്ട് സബ്സ്ട്രേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ആ ഒരു സബ്സ്ട്രേറ്റ്, രണ്ട് സബ്സ്ട്രേറ്റ് അല്ല, ആ ഒരു സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ആക്റ്റീവ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്താൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതായത് ഇത് രണ്ട് ബോണ്ട് ആയിട്ടാണല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു ആക്റ്റീവ് സൈറ്റിൽ വരുമ്പോൾ ആ ബോണ്ട് ഒരു സ്ട്രെസ് കൊണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ ആക്ടിവേഷൻ എനർജി എൻസൈം എന്ത് ചെയ്യും? വീക്കൻ ആകും. ഓക്കെ, അപ്പൊ അവിടെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ലോവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോവർ ചെയ്താൽ പെട്ടെന്ന് തന്നെ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അവ അൺസ്റ്റേബിൾ ആണ്. സോ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവ പ്രൊഡക്റ്റിനെ അങ്ങ് ലിബറേറ്റ് ചെയ്യും. പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യുന്നു. എൻസൈംസ് തിരിച്ചു വരുന്നു. ഇതാണ് എൻസൈം മെക്കാനിസത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തിയറിയാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ഫിഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം കണ്ടുപിടിച്ചത്. ആ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. അതായത് നമ്മുടെ ആക്റ്റീവ് സൈറ്റ്, അപ്പൊ ഇതാണ് ഒരു എൻസൈം. എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് റിജിഡ് ആണ്. അവയുടെ ഷേപ്പിനോ സൈസിനോ മാറ്റം വരുത്താൻ പറ്റില്ല. ഏത് ഷേപ്പിലാണോ ഉള്ളത് ആ ഷേപ്പ് തന്നെയാണ്. അതായത് ഒരു ലോക്കിന് ഒരു കീ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ആ ലോക്കിന്റെ ഷേപ്പിന് അതേ കീ തന്നെ വെച്ചാലേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആക്റ്റീവ് സൈറ്റ് റിജിഡ് ആയതുകൊണ്ട് തന്നെ ആക്റ്റീവ് സൈറ്റിലേക്ക് എക്സാക്ട്ലി ഫിറ്റ് ആകുന്ന സബ്സ്ട്രേറ്റിന് മാത്രം ഈ ഒരു അതേ ഷേപ്പുള്ള, ആ ഒരു ഷേപ്പിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഷേപ്പുള്ള ആ ഒരാൾ മാത്രം വന്നാലേ ഈ ഒരു ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആണ് എൻസൈംസിന്റെ സ്പെസിഫിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ഉപയോഗിച്ചിട്ട് പറയുന്ന ഒരു എൻസൈമിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സൂക്രോസിലുള്ള സൂക്രേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. പക്ഷേങ്കിൽ ഈ ഒരു മെക്കാനിസത്തിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ എൻസൈംസിന്റെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് ഈ ഒരു മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഇതാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം. സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഒരു തിയറിയും കൂടി ഉണ്ട്, ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി. കോഷ്ലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അപ്പം ഇദ്ദേഹം പറയുന്നത് ആക്റ്റീവ് സൈറ്റ്, എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. അതായത് സബ്സ്ട്രേറ്റിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻസൈംസിന് എന്ത് ചെയ്യാൻ പറ്റും? അവയുടെ ആക്റ്റീവ് സൈറ്റിന്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു മോഡൽ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി എന്ന് പറയുന്ന മോഡലാണ് എൻസൈംസിന്റെ ബെറ്റർ എഫിഷ്യൻസിയും ഫ്ലെക്സിബിലിറ്റിയും പറയുന്നത്. അപ്പം ഈ ഒരു ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറിയാണ് മോസ്റ്റ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് എൻസൈം മെക്കാനിസം എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ക്ലാസ്സിലായിട്ട് എൻസൈം കൈനറ്റിക്സ്, മൈക്കിലീസ് മെന്റൽ തിയറി, ആ ഒരു ഇക്വേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.